നാമനിർദ്ദേശ പത്രികയിൽ തന്റെ വീടിന്റെ കാര്യം മറച്ചുവെച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസ് നട്ടലുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കള്ളം പറഞ്ഞ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടരുത്. ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റാക്കിയ കോൺഗ്രസ് ആണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വരത്തനെന്ന് വിളിച്ചത്. തനിക്കെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിക്ക് ഭ്രാന്തായോ എന്ന് സംശയമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ 24 പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് റീസൈക്കിൾ ചെയ്ത് ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, മോനെ വിട്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. അതാണ് ജനങ്ങളുടെ ആവശ്യം. എൻ്റെ വീട്, എൻ്റെ മോട്ടോർ സൈക്കിൾ, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ ഭാര്യ, എൻ്റെ മറ്റേത് ഇഷ്യൂ ആണെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 24 നിങ്ങളിത് റേസ് ചെയ്ത ഇഷ്യൂ ആണ്. 2 കൊല്ലം നിങ്ങൾക്കുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അത് ചെയ്യട്ടെ. നിങ്ങളെന്തിനാ ഇവിടെ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്? അത് കോർട്ടിൽ പോട്ടെ. നിങ്ങളെന്തിനാണ് ഇവിടെ? എനിക്ക് അതിൽ താല്പര്യമില്ല. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഉത്തരം തരുന്നു. അവരല്ല ചോദിക്കുന്നത്, അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അവർ ചോദിക്കുന്ന ചോദ്യം കോർട്ട് വഴി, ഇലക്ഷൻ കമ്മീഷൻ വഴി അവർ അന്വേഷിക്കട്ടെ. അല്ല, ഞാനൊരു വിഡ്ഢിയാണോ? നോക്കൂ, അല്ല, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു വിഡ്ഢീൻ്റെ ഒരു സൈൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അല്ല, ഞാൻ താമസിക്കുന്ന വീട് ഞാൻ എന്താ ഒളിച്ചു വയ്ക്കാൻ പോവാണോ? ഇത് എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവരെ നോക്കൂ, ഞാൻ ഇത് ഏറെ റെസ്പോൺസിബിലിറ്റി പറയുകയാണേ, ഇതൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ കുറച്ചൊരു അക്കംപ്ലിഷ്ഡ് ആളാണ്, എത്ര കൊല്ലമായിട്ട് കുറച്ച് അനുഭവമുള്ള ഒരാളാണ്. ഇതെല്ലാം എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ ഞാൻ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ഇത് കോൺഗ്രസ് മാത്രമാണ് ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇവർക്കറിയാം 24 ഇത് തന്നെയാണ് അവർ ചോദിച്ചത്, ഇതന്നെ സെയിം പോയിന്റ്. പിന്നെ 2 കൊല്ലം ഒന്നും ചെയ്തില്ല. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, എങ്ങനെയെങ്കിലും ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്ത് ഇതിനൊരു മെയിൻ ടോപ്പിക് ആക്കാൻ. ഞങ്ങൾ വികസനം പറയുമ്പോൾ നിങ്ങളുടെ 10 കൊല്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇത് അവർക്കൊരു കൺവീനിയൻറ്റ് സ്ട്രാറ്റജി അല്ലേ. പക്ഷേ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് വ്യത്യാസം. സന്തോഷം മാറ്റി വെക്കട്ടെ. അത് എല്ലാവരുടെയും കുറേ നോമിനേഷൻ ഫോം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയില്ല, പരാതി വരുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ് പരാതി ഇൻസ്പെക്ട് ചെയ്യാൻ, നോക്കാൻ. അവർ നോക്കട്ടെ. അത് അല്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, എന്താണ് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ചോദിച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഭൂമി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഭൂമി, ആ വീട് എൻ്റെ അല്ല, ഒരു കമ്പനീൻ്റെ ആണ് എന്ന് ഞാൻ കൃത്യമായി ഇന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. പോരെ? അല്ല, വീടുണ്ട്, നല്ല വീടുമാണ്. ഞാൻ വളരെ സ്നേഹത്തോട് ഉണ്ടാക്കിയൊരു വീടുമാണ്. അതെല്ലാം കറക്റ്റാണ്. പക്ഷേ ആ വീട് എൻ്റെ പേരിലല്ല. അതാണ് പോയിന്റ്. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത്. വീട് ഓൺ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറാണ് ഞാൻ. ഇലക്ഷൻ കമ്മീഷൻ എഫിഡവിറ്റ് പ്രകാരം നിങ്ങൾ ഒരു കാൻഡിഡേറ്റിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കാൻഡിഡേറ്റിൻ്റെ ഡയറക്റ്റ് ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ആ എഫിഡവിറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് പാർട്ട്ണർഷിപ്പ് ഫോമിന് ഇൻട്രസ്റ്റ്. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല, ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ 2025, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചരിത്രം പറഞ്ഞു തരികയാണ്. തെളിവ്. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM പൊളിക്കണ്ടേ? ഇത് നമ്മളെല്ലാം ഉത്തരവാദിത്വമല്ലേ? 2025 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു അയിരൂർ പഞ്ചായത്തിൽ. പക്ഷേ
ആരാണ് കൈ പിടിച്ച് ബി ജെ പിനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? കോൺഗ്രസും സി പി എമ്മും LDFും UDFും. അപ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഞങ്ങളെ തോൽപ്പിക്കാൻ CPMും കോൺഗ്രസും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇത് ഇപ്പോൾ നടന്നതാണ്, 4 മാസം മുമ്പേ. 2020 NDA തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റ് പിടിച്ചു. പക്ഷേ CPMന് അവിടെ പിന്തുണ പിന്തുണ കൊടുത്തത് ആരായിരുന്നു? UDF. അപ്പം ആരാണ് ആരുടെ ബി ടീം? ചോദിക്കേണ്ടതല്ലേ? പിന്നെ ഇവരുടെ ഒരു ഒത്തുകളി, അതിൻ്റെ ഞാൻ ഒരു 2-3 ഉദാഹരണം പറയുകയാണേ. 2006 UDFിൻ്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയറുണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDFിൻ്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPMൻ്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആരുടെ ബി ടീം? 2016 കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളേനെ തോൽപ്പിച്ചു, ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷേ ജനങ്ങൾ രാജഗോപാലിനെ ജയിപ്പിച്ചു. അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് K മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു.